ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. യഹോവയെ നിന്റെ ധനം കൊണ്ടും എല്ലാ വിളവിൻ്റെയും ആദ്യഫലം കൊണ്ടും ബഹുമാനിക്കാം. വീണ്ടും ഒരു ആദ്യഫല പെരുന്നാൾ ഹാർവസ്റ്റ് ഫെസ്റ്റിവലിനായി ഇടവകയായി വിശ്വാസ സമൂഹമായി ഒരുങ്ങുമ്പോൾ നാം ഓർക്കേണ്ടത് എല്ലാ അനുഗ്രഹങ്ങളുടെ ഉറവിടം നമ്മുടെ ദൈവം തമ്പുരാനാണ്. ഈ ആദ്യഫല പെരുന്നാൾ അന്യനും പരദേശിക്കും അനാഥനും വിധവയ്ക്കുമുള്ളതാണ് എന്ന് ദൈവം തമ്പുരാനും പ്രഖ്യാപിക്കുന്നതായി കാണാൻ സാധിക്കും. The harvest is never complete until it becomes a blessing to someone else. ഈ വലിയ മനോഭാവത്തോടു കൂടി ഈ ഹാർവസ്റ്റ് ഫെസ്റ്റിവലിലും പങ്കെടുക്കുവാൻ നമുക്ക് ഇടയായി തീരണം. കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ യുവജന സഖ്യം ഹോം ഫോർ ഹോംലെസ് പ്രോജക്റ്റിനായി ഏറ്റവും വിശ്വസ്തയോടുകൂടി ഈ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ ആഘോഷിച്ചിട്ടുണ്ട്. നൂറുകണക്കിന് ഭവനങ്ങൾക്ക് വാസയോഗ്യമായ ഇടങ്ങൾ ലഭിപ്പാൻ, അവർക്ക് ഭവനങ്ങൾ മാത്രമല്ല ജീവിതത്തിൽ പ്രത്യാശയും കരുതലും സുരക്ഷിതത്വവും അഭിമാനവും ഉണ്ടാകുവാൻ സഖ്യത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഇടയായി തീർന്നിട്ടുണ്ട്. ഈ വർഷം ഹാർവസ്റ്റ് ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് നമ്മുടെ സ്പേസ് ഫോർ ദ ഫ്യൂച്ചർ പ്രോജക്റ്റും കൂടെ ഇടവകയായി നാം ആരംഭിക്കുകയാകുന്നു. ഇരട്ടി ഉത്സാഹത്തോടെ, ഇരട്ടി സ്നേഹത്തോടെ, ത്യാഗത്തോടെ ഇതിൽ പങ്കുചേരുവാൻ നമുക്കിടയായി തീരാം. നമ്മുടെ സംഭാവനകൾ അത് ഹോം ഫോർ ദ ഹോംലെസ് പ്രോജക്റ്റിനായും സ്പേസ് ഫോർ ദ ഫ്യൂച്ചർ പ്രോജക്റ്റിനായും ഒരുപോലെ പങ്കുചേരുവാൻ ഇടയായിത്തീരും. അനേകർക്ക് ഭവനമുണ്ടാകുക, നമ്മുടെ ഇടവകയിൽ അനേക തലമുറകൾക്ക് ആരാധനയ്ക്കായി കൂട്ടായ്മയ്ക്കായി ചേർന്ന് വരുന്ന ഒരിടമുണ്ടാകുക, ഈ രണ്ട് ദർശനങ്ങളോടുകൂടി ഇതിൽ പ്രാർത്ഥനയോടുകൂടി പങ്കെടുക്കുവാൻ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഓർമ്മിപ്പിക്കുന്നത് പോലെ ധാരാളമായി നൽകുന്നവൻ ധാരാളമായി കൊയ്യും. നമ്മുടെ വിശ്വസ്തതയുടെ, നമ്മുടെ കാര്യവിചാരകത്വത്തിൻ്റെ ഒരടയാളമായി നിഴൽ എന്ന പേരിൽ ഈ വർഷം നടത്തപ്പെടുന്നതായ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ മുഖാന്തരങ്ങളെ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നമസ്കാരം, ഞാൻ ജോണി ആന്റണി. ചിക്കാഗോയിലുള്ള മർത്തോമ യുവജന സഖ്യം ഹോം ഫോർ ഹോംലെസ്, വീടില്ലാത്തവർക്ക് വീട് എന്ന ഒരു ജീവകാരുണ്യ പ്രവർത്തനം നടത്താൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി എന്ന് അടുത്തിടെ എനിക്കറിയാൻ സാധിച്ചു. കേരളത്തിലും ഇന്ത്യയിലുമായി ഏറെക്കുറെ 350-ലേറെ ഭവനങ്ങളാണ് ഭവനരഹിതർക്ക് ഇവർ വെച്ചു നൽകിയിരിക്കുന്നതെന്ന് ഇവരുടെ സംഘാടകരിൽ നിന്നും ഞാൻ മനസ്സിലാക്കി. ഇതിനായി ഇവർ പണം സ്വരൂപിക്കുന്നത് ഇവരുടെ ദേവാലയത്തിൽ വർഷത്തിലൊരിക്കൽ നടത്തുന്ന ഹാർവസ്റ്റ് ഫെസ്റ്റിവലിലൂടെയാണ്. ഈ വർഷവും നിഴൽ എന്ന പേരിൽ ആ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ ചിക്കാഗോയിലെ മർത്തോമ ദേവാലയത്തിന്റെ അങ്കണത്തിൽ വെച്ച് നടത്തപ്പെടുന്നു. അപ്പോൾ ഇതുപോലെ വലിയൊരു, അതിനെ പറയേണ്ട, വീടില്ലാത്തവരുടെ നിഴലായി കൂടെ നിന്ന് വീട് വെച്ചു കൊടുക്കുന്ന ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിന് കൂടെ നിൽക്കുന്ന പ്രിയപ്പെട്ട യുവജനങ്ങൾക്ക്, പ്രിയപ്പെട്ട ദേവാലയത്തിലെ അംഗങ്ങൾക്ക് എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേർന്നുകൊള്ളുന്നു. തീർച്ചയായിട്ടും ഇനിയും ഇല്ലാത്തവരുടെ നിഴലായി മാറാൻ, അവരുടെ കൂടെ നിൽക്കാൻ നിങ്ങൾക്കാവട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്തായാലും ഓഗസ്റ്റ് 8 നടക്കുന്ന ഈ ഫെസ്റ്റിവലിനും അതിന്റെ സംഘാടകർക്കും എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേർന്നുകൊള്ളുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ദൈവനാമം മഹത്വപ്പെടട്ടെ. മനുഷ്യന്റെ ഏറ്റവും പ്രാഥമിക ആവശ്യങ്ങളിൽ ചിലതാണ് ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം. താമസിക്കാൻ സൗകര്യമില്ലാത്തവർക്ക് വേണ്ടി ഒരു വീടുണ്ടാക്കുക. കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും യുവജന സഖ്യം നേതൃത്വം എടുത്ത് പലർക്കും ധാരാളം ആളുകൾക്ക് വീടുണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഈ ഓഗസ്റ്റ് മാസവും അതിനുവേണ്ടിയുള്ള ശ്രമത്തിലാണ്. ഈ നിഴൽ എന്ന് പറഞ്ഞ്
ആരംഭിക്കുന്ന ഈ വീടിൻ്റെ പ്രസ്ഥാനം ഇതിലെല്ലാവരും സഹകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് നിങ്ങൾ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.